അതെവിടെ ടാപ്പ് ഒട്ടിച്ചു നോക്ക്. കണ്ണു കുത്തണ്ടട്ടാ. കണ്ണു കുത്തുമാരെ പറഞ്ഞ ഇങ്ങനെ ആ ഒരു ലെവൽ അങ്ങനെ. ഇത് ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള രണ്ട് കോലിന്റെ സെറ്റാണ്. ഇതാണ് എന്റെ മുകളിലിടുന്ന സാധനം. ലെറ്റർ അല്ല, എങ്ങനെ ജോയിൻ ചെയ്യണ്ടെന്നുള്ള ഇൻസ്ട്രക്ഷൻ. എത്ര കോലുണ്ട് ഇനി? എല്ലാം കൂടെ മിക്സ് ചെയ്യല്ലേ? അതല്ല, അത് എങ്ങനെ എടുത്തേ, ആ ബോക്സ് എടുത്തേ, ആ പേപ്പർ എൻ്റെ കുട്ടി എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? അപ്പൊ ഞങ്ങൾ അതാണ്. എന്താണ് എൻ്റെ പേര്? എൻ്റെ പേരെന്താ? എങ്ങനത്തെ ഷിബില്ല? ആ ശരി, അങ്ങനെ. ഇത് നോക്ക്. സ്റ്റെപ്പ് 1 A1 D1 A2 A1. അതിമെന്തോ അടയാളങ്ങളുണ്ട്. എന്താ A1 എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നത്? ആ ശരി, അങ്ങനെയാ. A1 എന്ന് പറഞ്ഞാൽ ചെറിയത്, A2 പറഞ്ഞാൽ വലിയത്. ഓക്കെ, അപ്പോൾ A1 ഈ സൈഡില്. ഈ സാധനം പൈപ്പാണ്. ഏത്? അത് ഇത് D1 D2 അതാണ് ആ പൈപ്പ്. മേലേക്കും താഴത്തേക്കും ഉള്ള സാധനമില്ലേ? ഞാൻ മുച്ചിന് പോയി കാണിക്കട്ടെ. ഇനി ഇവിടെ എന്നിട്ട് ഇതൊക്കെ ചെറുതായിട്ട് വിടണുള്ളൂ, അങ്ങനെ നോക്കല. അവരല്ലോ ചെറുതായിട്ട് വിടണുള്ളൂ. ജനലുണ്ടെന്നാ പിന്നെ. എന്നിട്ട് പറയും ഞങ്ങൾക്ക് വീട് വേണ്ട. വെച്ചോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അടിഭാഗത്തുള്ള സെറ്റ് ചെയ്തിക്കണം. ഇനി മേലേക്ക് ആയിട്ട് ഇതാക്കണം. സ്റ്റെപ്പ് 2 ചെയ്യണം. അടിയിട്ട് പിന്നെ മേലേക്ക് ചെയ്യട്ടോ. A1 A1 B1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടത്തിൽ ചെറിയ കോലാണ് A1, വലിയ കോല് A2. B1
തിരിച്ചൊക്കലുണ്ടാവുമ്മ. ഇത് ശാരിക്ക് പോലും മാത്രം ഇരിക്കാം. ഷാരിക്ക് മോനും ഷാനിഫൊക്കെ വെക്കുന്നുണ്ടാ. ഞാൻ സഹായിക്കണമെന്നില്ല. മാ ഇതിലില്ലേ ഇത് ചിലപ്പോ തിരിച്ചൊക്കലുണ്ടാവും. തിരിച്ചൊക്കാൻ പറ്റുണ്ടാവും. ആ മിസ്റ്റേക്ക് ഉണ്ടാവും എന്തായാലും. അതുകൊണ്ടാവും ഇത്ര ചെറുത്. ആ വലിയൊരു ഇത്രയും പോകുന്ന സാധനത്തിന് ഇത്രയും ചെറിയ കമ്പി. പൂച്ചക്കുട്ടിയെ പൂച്ചക്കുട്ടി അവിടെ ഇരിക്കണ്ട്. ഒഴിഞ്ഞു പോകാനായിക്കണല്ലോ. ഷാരിക്കിനോട് വെക്കണ്ട. ആ റെഡ് എടുത്തോ മോനെ. റെഡ് മൊത്തം ഇവിടെ ഇവിടെ വിളിച്ചിട്ട് റെഡ് തീർന്നിട്ടാ. ഇനി അടുത്തത് ഗ്രീന്. പിന്നെ എല്ലാം ഗ്രീനും എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട വീടുണ്ടാവുക എന്നിട്ടാ ഷാരിക്കൂടി. ഇങ്ങനെ ഇട്ട വീടുണ്ടാവുക. ഷെൽഫ് അങ്ങനെയല്ല വെക്കുക. തിരിച്ചെക്ക്. പൈപ്പ് തിരിക്കണ തിരിക്കണം. ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് പാർട്ടാ. പൈപ്പിന്റെ ഒക്കെ സൗണ്ട് മുറിക്കുമ്പോഴൊക്കെ സൗണ്ട്. പോയില്ലേ ഷൈക്കൊടിയേ? ഇഷ്ടായാ? ഷൈഫിനെ വിളിക്കണം. ഇത്രയും വലിയ ടെന്റിന് ഇത്രയും കുഞ്ഞു സ്ഥലം എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പം ഉണ്ടിട്ടാ ഈ സാധനം ടെന്റിന്റെ ഈ സാധനം ആദ്യം കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഇതിൽ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ആട്ടാ. ഡോണറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, ലോലിപ്പോപ്പ് ഉണ്ട്, ലോലിപ്പോപ്പൊക്കെ ഉണ്ട്, സ്പൂൺസൊക്കെ ഉണ്ട്. ഏകദേശം വീടിൻ്റെ ഷേപ്പായി വരുന്നുണ്ട്. ഇങ്ങനെ വന്നിക്കണേ. ഇതെന്തത്? ഇങ്ങനെ ആയിപ്പോയി. ഇതിങ്ങനെയാണ് വെക്കേണ്ടത് തോന്നുന്നു. ഇങ്ങനെയാണ് കിട്ടിയത് നമുക്ക്. അനക്ക് വെക്കാൻ പറ്റൂലടാ. ആ വെക്കാം. ഷാരിക്ക് മോന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. വണ്ടി ഓടിക്കാനുള്ളതല്ലേ. ഏതോ ഒരു ഷേപ്പ് വന്നിക്കണ്. ഏത് ഷേപ്പാ പറയാ? ഓ പിടിക്കട മോനിയ. പൊട്ടിയില്ലേ? പൊട്ടിക്കായി. അതൊക്കെ പൊട്ടി. വിരലില് മാറ്റം എന്റെ വിരൽ എനിക്ക് കാണില്ല. കൂടെ അതന്നെ അടിയില് ഇതാക്കടാ, ഫിറ്റ് ആക്കടാ. ഇത് ഇങ്ങനത്തെ സ്ക്വയർ ഷേപ്പിന്റെ പേരുണ്ട്. അല്ല ശാരിക്കും ചീത്ത കേട്ട്. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഏകദേശം ആയി. ഞാനിതിലെങ്ങനെ കയറമ്മ? ഷാനിഫ് ഇതിലെങ്ങനെ കയറുക? ഒരു പൂച്ചക്കുട്ടിക്ക് കിടക്കാനുള്ള സ്ഥലം ഇതിലുണ്ടാവുള്ളൂ.
ആയി ഗൈസ് ആയി. കൂടാണോ ആടും കൂടാണോ നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ ആ വലിയ കോല ഒന്നല്ലേ ഉള്ളൂ ബാക്കി. രണ്ട്, ഒരു വലിയ കോലും ഒരു ചെറിയ കോലും ബാക്കിയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഫിറ്റ് ചെയ്യേണ്ടത്. ഒരു വലിയ കോലും ചെറിയ കോലും ബാക്കിയുണ്ടോ? യെസ്. അതാ അല്ല, ഇത് ഇതിലല്ല, അത് ഇതിലല്ല. മനസ്സിലാവുള്ളൂ എങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കാര്യം എന്താണ് എന്താ ചെയ്യണ്ട്? ഇത് ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ പറഞ്ഞാട്ടിക്കാണ് ഇത് ഇങ്ങനല്ല വെക്കുക. വെക്കണ എല്ലാം കൊള്ളും. വലുത് എന്തത് ഇപ്പൊ എന്തതായി? എന്ത് സാധനം എന്നൊക്കെ ഒന്നൊരു പിടിയില്ല. അമ്മച്ചി നമുക്കില്ലേ മറ്റേ സാധനല്ലേ, ഇത് കുറച്ച് അടിയത്തെ കുറച്ചും കൂടി വീതി ഉണ്ടാവും. അതുകൊണ്ടാവും അടിയത്തെ കുറച്ചും കൂടി വീതി കൂട്ടിക്കാണി മാ അടിയത്തൊന്ന് വീതി കൂട്ടി. വീതി കൂട്ടാനൊക്കെ പറ്റും. ഇനി അപ്പുറത്ത് ഒന്നും കൂടി അങ്ങനെ വെച്ചോക്കെ. അപ്പുറത്ത് അതുപോലെ വെച്ച് ചെയ്ത പോലെ വെച്ച്. ഇത് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്തൊരു കാര്യമില്ല. കാരണം ആ സാധനം ആ മാറ്റ് ഇത്ര ഇത് ഉണ്ടാവില്ലല്ലോ. എല്ലാം ഉണ്ടോ പെണ്ണിന്റെ അടുത്ത്? അവൻ്റെ അടുത്ത് എല്ലാം ഒക്കെ ഉണ്ട്. തെക്കു എത്ര തെക്കു വെറുതെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി പറയും ഷാരിക്ക്. ഇങ്ങനെ ഉണ്ടാവും. ഷീറ്റ് വിരിച്ചു നോക്കി നിങ്ങള്. കോല് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് വിരിച്ചേക്കാം. പായ വെച്ചേക്കാം. പാടാടുന്നേ. തല്ലൂടാൻ അറിയുള്ളൂ രണ്ടെണ്ണത്തിനും. തരിത്തവിടെ താത്ത് വീടാ ഏകദേശം വെച്ചിട്ടുണ്ട്. ശരി ശരി മക്കളെ. സ്വീറ്റ് കേക്ക്സ് എഴുതിയിരിക്കണേ. സ്വീറ്റ് കേക്ക്സ് അടിപൊളി. ചെയ്തോണ്ടിരിക്കണ്. ശരിയാവോന്നൊന്നും അറിയില്ല. ഷാരിക്കും ഭയങ്കര ഇൻട്രസ്റ്റില്ല. അടിപൊളി. ഡോറ് തട്ടാ. ഇതാണ് ഡോറ്. അടിപൊളി. ഇല്ല, മേലെ ശരിയായാൽ അടി ശരിയാവുള്ളൂ. അത് അടി കുറിച്ച് വലിച്ചു നോക്കി. സ്വീറ്റ് കേക്ക്സ് കട അടുത്താണെങ്കിൽ ഉള്ളില് ജനലും അതിലൊന്നുമില്ല.
പക്ഷെ മുഖം ചെറുതായിട്ട് കണ്ട കുഴപ്പമില്ലല്ലോ. അതാണ് അത് മുകളിൽ നോക്കി, മുകളിൽ ശരിയാക്കി. ഓക്കെ അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇവിടെ ഇത് വീതി കുറക്കണ്ടേ, കാരണം അത് വീതി കൂടുതലായ കാരണമാണ് അങ്ങനെ ആയത്. ഇത് ഇത്ര ആയാലും നിങ്ങൾക്ക് മൂന്നാക്കുന്നതിലുള്ള കയറി ഇരിക്കാൻ പറ്റുള്ളൂ. ഇത്ര മതി, ഇതൊക്കെ മതി. ഫൈനൽ ലുക്ക് ഇതാണ് ഗായ്സ്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇതേ പിടിച്ച ലൈറ്റ് ഉണ്ടോ? ഇല്ല. നമ്മളെ ഇതോ കടിക്കാൻ കെട്ടിച്ചോളി. എങ്ങനെ കെട്ടി വെക്കാം? ആ ശരി, അങ്ങനെ അല്ലേ? കെട്ടറിയത്തിട്ടാ, ആറും കെട്ടിടുജ്. ആ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് വലിക്കും. ആ അത്ര മതി, അത്ര മതി. നമ്മൾ ഫോട്ടോയിൽ കണ്ടില്ലേ ഒരു വെജിറ്റബിളൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലം? അതെ. ആ അതൊന്നുമില്ല അല്ലേ? ഫുള്ള് പറ്റിക്കൽസാണല്ലോ. ഒരു പൂച്ചക്കുട്ടി കയറട്ടെ. ലൈറ്റാ? ലൈറ്റ് ഒന്നുമില്ലേ പോന്നെ? കയറി കയറി കയറി. നിങ്ങൾ മൂന്നാളെയും കൊള്ളണമെങ്കിൽ ഇത്ര ഇത് വേണം. ഏത് കമ്പിയാ? ഇല്ല, ഒന്നും നല്ലപോലെ വെച്ചെടുത്താൽ മതി. നോക്കട്ടെ. ആ അങ്ങനെ വളഞ്ഞിക്കല്ലേ, സാരല്ല. ഇവിടെ